പാലക്കുന്നേൽ വല്യച്ഛൻ ചരമശതോത്തര രജത ജൂബിലി ഉദ്ഘാടനം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷത വഹിച്ചു. കർദിനാളിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയെ തുടർന്നായിരുന്നു ഉദ്ഘാടനം. തൃശൂർ കൽതായ രൂപതാ മെത്രാൻ മാർ ഔഗീൻ കുര്യാക്കോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൂത്രപ്പള്ളി ഇടവക വികാരി ഫാദർ തോമസ് മംഗലത്ത് പാലക്കുന്നേൽ വല്യച്ഛന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. പാലക്കുന്നേൽ വല്യച്ഛൻ മത്തായി മറിയം കത്തനാർ ചരമ ശതോത്തര രജത ജൂബിലി ഉദ്ഘാടനം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചു. ഒന്നാമതായിട്ട് നമ്മുടെ പാലക്കുന്നേൽ വല്യച്ഛൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ ഉചിതമായ സ്ഥലത്ത് നിങ്ങൾ സ്ഥാപിക്കണം. നമ്മുടെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഇദ്ദേഹത്തെ കുട്ടികൾക്കൊക്കെ മനസ്സിലാകണമെന്ന് വരികിൽ, വരും തലമുറയ്ക്ക് മനസ്സിലാകണമെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും ഒരു സ്മാരകമായി എഴുന്നേറ്റ് നിൽക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാൻ ഉള്ളത്, ഇനി സമാപനാഘോഷം നടക്കുന്നതിന് മുമ്പോ അതിന് ശേഷമോ ദളിതരായിട്ടുള്ള നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ ഒരു സമ്മേളനം, അവർക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുള്ള, അവർക്ക് വേണ്ടി പണിയെടുത്തിട്ടുള്ള ആളുകളുടെ സ്മരണകളോടുകൂടി വേന്യ ജോസഫ് പെരുന്തോട്ടം പിതാവ് അതിവിടെ അനുസ്മരിച്ചു. നമ്മുടെ ദേവറവർമ്മിൽ കുഞ്ഞച്ചൻ, അവർ കുര്യാക്കോസ് ഏലിയാസച്ചൻ, നമ്മുടെ പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ, ഇങ്ങനെയുള്ള വൈദികർ, അതിനുശേഷവും അനേകം വൈദികർ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരിപ്പോഴും പ്രവർത്തിക്കുന്ന വൈദികരുണ്ട്, അൽമായ പ്രമുഖരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു കുടുംബ യോഗമോ അല്ലെങ്കിൽ കുടുംബ സമ്മേളനമോ പാലാക്കുത്തുവേൽ കുടുംബയോഗത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും സംഘടിപ്പിക്കുക, അവരെ അതിന് ശക്തിപ്പെടുത്തേണ്ടത് ഇന്നത്തെ ഒരു ആവശ്യമാണെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ചടങ്ങിൽ പകലോമറ്റം മഹാകുടുംബയോഗം രക്ഷാധികാരി ഫാദർ ജോസ് കോട്ടയിൽ, പാലക്കുന്നേൽ കുടുംബയോഗം രക്ഷാധികാരികളായ ഫാദർ ജോയ് പാലക്കുന്നേൽ, ഫാദർ ഡൊമിനിക് മുരിയൻ കാവുങ്കൽ, വാർഡ് മെമ്പർ സജി നിലത്തുമുക്കിൽ, സിസ്റ്റർ ജെസ്സി പാലക്കുന്നേൽ, പാലക്കുന്നേൽ കുടുംബയോഗം പ്രസിഡന്റ് PA മാത്യു, സെക്രട്ടറി KS ജോസഫ് കൈതമറ്റം, വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ പുത്തൻവീട്ടിൽ, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ജിജോ കരോട്ടുപാലയ്ക്കൽ, ടോണി വട്ടമാക്കൽ, ജോയിന്റ് സെക്രട്ടറി റോയി മൂലയിൽ, ജോയിന്റ് കൺവീനർ ബിജോയ്, കമ്മിറ്റി കോർഡിനേറ്റർമാരായ ജോസി നടക്കാപ്പാടം, സിബി പാലക്കുന്നേൽ, കൊച്ചുമോൻ പ്ലാത്താനം എന്നിവർ പ്രസംഗിച്ചു. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ തന്നെ പൗരസ്ത്യ സഭയ്ക്ക് വേണ്ടി നിന്ന ഒരു വ്യക്തിത്വം എന്ന രീതിയിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മത്തായി മറിയം കത്തനാർ. AD 16-17 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പൗരസ്ത്യ സഭയെ വേട്ടയാടിയത് പോർച്ചുഗീസ് സാമ്രാജ്യത്വവാദികളായിരുന്നു. അവിടെയാണ് ചുരുക്കം പറഞ്ഞ നമ്മുടെ പാലാക്കുന്നേൽ മത്തായി മറിയം കത്തനാരുടെ പ്രാധാന്യം നാം കാണുന്നത്. കാരണം 16-17 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ പൗരസ്ത്യ സഭയെ വേട്ടയാടിയ പോർച്ചുഗീസ് സാമ്രാജ്യത്വവാദത്തിന് എതിരായിട്ട് പൗരസ്ത്യ സഭയുടെ വിശ്വാസവും ആചാരങ്ങളും അപ്രകാരം തന്നെ ഇവിടെ പരിപാലിക്കപ്പെടണം, അത് കാത്തു സൂക്ഷിക്കണം എന്ന് ഉറച്ച നിലപാടെടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ മത്തായി മറിയം കത്തനാർ. അവിടെയാണ് ഈ അച്ഛൻ്റെ പ്രസക്തി നമുക്ക് കാണാനായിട്ട് പറ്റിയത്. അത് ഈ സഭയും സമൂഹത്തെയും ഒക്കെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഇന്നത്തെ ലോകത്തിലും അല്ലെങ്കിൽ ഇന്നത്തെ 19-20 നൂറ്റാണ്ടുകളിലും ഈ പൗരസ്ത്യ സഭയുടെ വേരെറുക്കാനായിട്ട് ശക്തികൾ പലരും ഇന്നും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയുന്നതാണ്. പക്ഷെ എങ്കിൽ തന്നെ ഈ സഭയെയും സമൂഹത്തെയും പൂമുഖത്ത് തുടച്ചു നീക്കാം എന്ന് പലരും വ്യാമോഹിച്ചിട്ടുണ്ട് ഇത്രയും കൊല്ലത്തെ നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൽ. പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. എങ്കിലും കൃപയാൽ, ദൈവകൃപയാൽ ഇന്നും ക്രിസ്തുവിന് സാക്ഷിയായിട്ട് ഈ സഭ നിലകൊള്ളുന്നുണ്ട്. അവിടെയാണ് നാം കാണുന്നത് മത്തായി മറിയം കത്തനാരുടെ പ്രസക്തി കാണുന്നത്. അവിടെയാണ് ഈ സുറിയാനി പാരമ്പര്യവും ഈ പേർഷ്യൻ സഭയുമായിട്ടുള്ള ബന്ധവും ഒക്കെ പോർച്ചുഗീസ് ആഗമനത്തിന് ശേഷവും അത് നിലനിർത്താനായിട്ട് ശ്രമിച്ച വിപ്ലവകരമായിട്ട്
അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ ഇന്ന് നാം അത് ഓർത്തെടുക്കുകയാണ്, അനുസ്മരിക്കുകയാണ്.